ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിവയെ പറ്റിയാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിവയെ പറ്റി ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ, എക്സ്പെൻസസ്, അസറ്റ്സ് എന്നിവയെല്ലാം നമ്മൾ ഉദാഹരണ സഹിതം ഡിസ്കസ് ചെയ്തു. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ബാധ്യതകളാണ്. ആ ലയബിലിറ്റി ഒഴിവാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഉദാഹരണത്തിന് ബിസിനസ് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ ഒഴിവാവണമെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ നിന്നും ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസറ്റ്സ് കൊടുക്കേണ്ടി വരും. ലയബിലിറ്റിയുടെ വേറൊരു എക്സാമ്പിളാണ് പേയബിൾസ്. നമ്മൾ ബിസിനസ്സിലേക്ക് ഗുഡ്സുകളോ എന്തെങ്കിലും സാധനങ്ങളോ നമ്മൾ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അത്തരം പാർട്ടികളെ നമുക്ക് പറയാം ട്രേഡ് പേയബിൾ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, അക്കൗണ്ട്സ് പേയബിൾ എന്നെല്ലാം പറയാം. ബിസിനസ്സിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ലയബിലിറ്റി അഥവാ ബാധ്യതകൾ. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സ്വത്തുക്കളാണ്. അത് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സിന് എന്തെങ്കിലും ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടികൾ, പ്ലാൻസ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, ഫർണിച്ചർ, വെഹിക്കിൾസ്, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കുകൾ, നമ്മൾ ഗുഡ്സ് കടമായിട്ട് മറ്റുള്ളവർക്ക് വിറ്റിട്ടുണ്ട്, അത്തരം കസ്റ്റമേഴ്സ് പൈസ തന്നിട്ടില്ല, അങ്ങനെ തരാനുള്ള ആളുകൾ, അവരെ നമുക്ക് റിസീവബിൾസ് എന്ന് പറയാം, ട്രേഡ് റിസീവബിൾസ് എന്ന് പറയാം, ഡെപ്റ്റേഴ്സ് എന്ന് പറയാം, അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ അസറ്റ്സുകളാണ്, ബിസിനസ്സിൻ്റെ അസറ്റ്സുകളാണ്, സ്വത്തുക്കളാണ്. അടുത്തത് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് അതിൻ്റെ മെമ്പേഴ്സിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ആ ഓണേഴ്സിന് അത് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ടാണ്. അടുത്തത് റവന്യൂ. ബിസിനസ് ചെയ്തോ മറ്റു മാർഗങ്ങൾ വഴിയോ ബിസിനസ്സിലേക്ക് ലഭിക്കുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെയിൽസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ് എല്ലാം ബിസിനസ്സിന് ഉള്ള റവന്യൂകളാണ്, വരുമാനങ്ങളാണ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് നടന്നു പോവാൻ വേണ്ടി വരുന്ന ദൈനംദിന ചിലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മെഷീനറി വാങ്ങുക എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മെഷീനറി ഒരു അസറ്റാണ്. പക്ഷേ ആ മെഷീനറി ഇടയ്ക്കിടെ റിപ്പയർ ചെയ്യേണ്ടി വരും, അത് എക്സ്പെൻസസ് ആണ്. വെഹിക്കിൾ വാങ്ങുക, കാറ് വാങ്ങുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആണ്. ആ കാറ് ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആണ്. പക്ഷേ ആ കാറ് റൺ ചെയ്യാൻ വേണ്ടി പെട്രോൾ അടിക്കുന്നു, അതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്നു, അതെല്ലാം എക്സ്പെൻസസ് ആണ്. മാത്രമല്ല ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനം നിരവധി എക്സ്പെൻസുകൾ വരും. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി ബില്ല്, റെൻറ്റ് പെയ്ഡ്, സാലറി ടു സ്റ്റാഫ്, അങ്ങനെ നിരവധി എക്സ്പെൻസ് ആണ് ഒരു ബിസിനസ്സിന് ദൈനംദിനം ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. ബിസിനസ്സിൻ്റെ ബാധ്യതകളും മൂലധനവും ചേർന്നാൽ അത് ബിസിനസ്സിൻ്റെ മൊത്തം ആസ്തിക്ക് തുല്യമാവും. ആ ഇക്വേഷൻ ഒന്നുകൂടി ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുന്നു. ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു അസറ്റ്സ്. ചെറിയൊരു മോഡിഫിക്കേഷൻസേ ചെയ്തിട്ടുള്ളൂ. റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി
പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു അസറ്റ്. നമ്മൾ പുതുതായി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തത് റവന്യൂ മൈനസ് എക്സ്പെൻസസ്. എന്താണ് റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവുകൾ. റവന്യൂ മൈനസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയും മൂലധനവും പ്രോഫിറ്റ്സും കൂടെ കൂടിയാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ്സായി. എന്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് അതിലേക്ക് ആഡ് ചെയ്തത്? പ്രോഫിറ്റ് ബിസിനസ്സിൻ്റെ ഓണേഴ്സിനുള്ളതാണ്. ഒരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഇക്വിറ്റി കൂടും. അതുകൊണ്ടാണ് അത് ഇക്വിറ്റിയിലേക്ക് ആഡ് ചെയ്തത്. അത് ലോസ് ആണെങ്കിൽ നമ്മൾ അത് ഇക്വിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യണം. 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ബിസിനസ്സിൻ്റെ ലയബിലിറ്റി അഥവാ ബാധ്യതകൾ, ബിസിനസ്സിൻ്റെ ഇക്വിറ്റി അഥവാ ബിസിനസ്സിലെ ക്യാപിറ്റൽ, റവന്യൂ അഥവാ ബിസിനസ്സിൻ്റെ വരുമാനങ്ങൾ, എക്സ്പെൻസസ് അഥവാ ബിസിനസ്സിൻ്റെ ചിലവുകൾ, അസറ്റ്സ് അഥവാ ബിസിനസ്സിലെ ആസ്തികൾ. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന 2 സംഭവങ്ങളെ പരിചയപ്പെടാം. ഒന്ന് ഡെബിറ്റ്, സെക്കൻഡ് വൺ ക്രെഡിറ്റ്. ഓരോ ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം. ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ അക്കൗണ്ടിങ് നോളജാണ് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ നേരത്തെ 5 ഐറ്റങ്ങളെ പരിചയപ്പെട്ടിരുന്നു. അസറ്റ്സ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ. ഇതിൽ ആദ്യത്തെ 2 ഐറ്റമായ അസറ്റ്സ്, എക്സ്പെൻസ്, ഇവയിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായാൽ ആ അസറ്റ്സിനെ, ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ എന്നിവയിൽ ഇൻക്രീസ് ഉണ്ടായാൽ ആ ലയബിലിറ്റിയുടെ പേര്, ആരുടെ ക്യാപിറ്റലാണോ ആ ക്യാപിറ്റലിൻ്റെ തന്ന ആളുടെ പേര്, റവന്യൂയിൽ ഇൻക്രീസ് ഉണ്ടായാൽ ആ റവന്യൂവിൻ്റെ പേര് ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ബിസിനസ്സിലേക്ക് ഒരു കാറ് വാങ്ങി. അപ്പോൾ കാറ് ഒരു അസറ്റാണ്, ആ കാറിൻ്റെ പേര് ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി വാങ്ങി. മെഷീനറി ഒരു അസറ്റാണ്, ആ മെഷീനറിയുടെ പേര് ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ ഒരു അസറ്റാണ്, ആ ഫർണിച്ചറിൻ്റെ പേര് ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിന് ഒരു എക്സ്പെൻസ് ഉണ്ടായാൽ ആ എക്സ്പെൻസിൻ്റെ പേര് ഡെബിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് എംപ്ലോയീസിന് സാലറി കൊടുത്തു. സാലറി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ സാലറിയെ ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് കൊടുത്തു. റെൻറ്റ് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു. ഇലക്ട്രിസിറ്റി ഒരു എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ടെലഫോൺ ബില്ല് കൊടുത്തു. ടെലഫോൺ ഒരു എക്സ്പെൻസ് ആണ്. ടെലഫോണിനെ ഡെബിറ്റ് ചെയ്യണം. കാറ് റിപ്പയർ ചെയ്തു. റിപ്പയേഴ്സ് ഒരു എക്സ്പെൻസ് ആണ്. റിപ്പയേഴ്സിനെ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റിയിലോ ക്യാപിറ്റലിലോ റവന്യൂവിലോ ഇൻക്രീസ് ഉണ്ടായാൽ ആ ലയബിലിറ്റിനെ, ആ ക്യാപിറ്റലിനെ, ആ റവന്യൂവിനെ ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ബിസിനസ് ബാങ്കിൽ നിന്നും ഒരു ലോൺ എടുക്കുകയാണ്. അപ്പോൾ ബിസിനസ്സിന് ഒരു ലയബിലിറ്റി ഉണ്ടായി. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര് ക്രെഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും സാധനങ്ങൾ കടമായി വാങ്ങുകയാണ്. ആരിൽ നിന്നാണോ കടമായി വാങ്ങിയത് ആ സപ്ലയേഴ്സിൻ്റെ പേര് ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, പാർട്ട്നേഴ്സ് തരുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആരാണോ ആ ക്യാപിറ്റൽ തരുന്നത്, തരുന്ന ആളുടെ പേര് ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിന് ഒരു റവന്യൂ ഉണ്ടാവുമ്പോൾ ആ റവന്യൂവിൻ്റെ പേര് ക്രെഡിറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് സെയിൽസ് ഉണ്ടാവുമ്പോൾ ഒരു റവന്യൂ ആണ്, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്, റെൻറ്റ് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്, ഡിസ്കൗണ്ട് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റ്, സെക്കൻഡ് വൺ ക്രെഡിറ്റ് ആസ്പെക്റ്റ്.
ഇതിനെയാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരുന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരുമ്പോൾ ഫർണിച്ചർ ഒരു അസറ്റാണ്, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, ക്യാഷ് ഒരു അസറ്റാണ്, ക്യാഷ് ഡിക്രീസ് ആവുന്നു. ഡിക്രീസ് ആവുമ്പോൾ അസറ്റ്സ് ഡിക്രീസ് ആവുമ്പോൾ ആ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുത്തുകൊണ്ട് ബിസിനസ് ഒരു കാറ് വാങ്ങുന്നു. ബിസിനസ്സിൽ കാറ് ഒരു അസറ്റാണ്, കാറ് ഇൻക്രീസായി, അപ്പോൾ കാറിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷും ഒരു അസറ്റാണ്, ക്യാഷ് ഡിക്രീസായി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെഷീനറി വാങ്ങി. മെഷീനറി എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, മെഷീനറി ഇൻക്രീസായി, മെഷീനറിയെ ഡെബിറ്റ് ചെയ്യണം. അതേസമയം നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുന്നു. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ആ അസറ്റ് കുറയുന്നത് കൊണ്ട് ബാങ്ക് ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബിസിനസ് അതിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. സാലറി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടിയത് കൊണ്ട് സാലറിയെ ഡെബിറ്റ് ചെയ്യണം. സാലറി കൊടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോകുന്നു. ക്യാഷ് ഒരു അസറ്റാണ്, ക്യാഷ് കുറയുമ്പോൾ, അസറ്റ് കുറയുമ്പോൾ ആ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ് അതിൻ്റെ എംപ്ലോയീസിന് സാലറിയായി ക്യാഷ് കൊടുക്കേണ്ടതിന് പകരം ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ഒരു കമ്പ്യൂട്ടർ എടുത്ത് കൊടുത്തു എന്ന് കരുതുക. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്, ആ സാലറി മീറ്റ് ചെയ്തു, അതുകൊണ്ട് സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ക്യാഷ് അല്ല കൊടുത്തത്, കമ്പ്യൂട്ടറാണ് കൊടുത്തത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞു, ഡിക്രീസായി, അതുകൊണ്ട് ആ കമ്പ്യൂട്ടറിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴി ബിസിനസ്സിൻ്റെ റെൻറ്റ് കൊടുത്തു. റെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്, അപ്പോൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ലയബിലിറ്റിയിലേക്ക് വരാം. ലയബിലിറ്റി ഇൻക്രീസ് ആവുമ്പോൾ ആ ലയബിലിറ്റി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ് കടമായിട്ട് മിസ്റ്റർ ഹാർട്ടിൽ നിന്നും ഒരു ലാൻഡ് വാങ്ങുകയാണ്. ലാൻഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അസറ്റാണ്, അസറ്റ് ഇൻക്രീസായി, ലാൻഡ് ഇൻക്രീസായി, അതുകൊണ്ട് ലാൻഡിനെ ഡെബിറ്റ് ചെയ്യണം. പക്ഷേ അത് കടമായിട്ടാണ് മിസ്റ്റർ ഹാർട്ടിൽ നിന്നും വാങ്ങിയത്, അതുകൊണ്ട് മിസ്റ്റർ ഹാർട്ടിൻ്റെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അതൊരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ആയാൽ ആ ലയബിലിറ്റിയുടെ പേര് ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് ക്യാപിറ്റൽ നോക്കാം. ബിസിനസ്സിലേക്ക് അതിൻ്റെ ഓണേഴ്സ് തരുന്നതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മിസ്റ്റർ സ്മാർട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ്സിലേക്ക് ഒരു 10 ലക്ഷം രൂപ തന്നു. ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ആ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. പക്ഷേ മിസ്റ്റർ സ്മാർട്ടിൻ്റെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ആയാൽ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് റവന്യൂ നോക്കാം. ബിസിനസ്സിലേക്ക് വരുന്ന വരുമാനങ്ങളെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബിസിനസ്സിലേക്ക് ഒരു റെൻറ്റ് കിട്ടി, അപ്പോൾ റെൻറ്റ് ഇൻക്രീസായി, റെൻറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. റെൻറ്റ് കിട്ടുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാഷ് ഒരു അസറ്റാണ്, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. റെൻറ്റ് റിസീവ്ഡിനെ ക്രെഡിറ്റ് ചെയ്യണം. ബിസിനസ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റുമാണ്. ബാങ്ക് ബാലൻസ് കൂടുമ്പോൾ, അസറ്റ് കൂടുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. റവന്യൂ കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായത് എല്ലാ ഡെബിറ്റിനും അതേ കറസ്പോണ്ടിങ് എമൗണ്ടിനുള്ള ക്രെഡിറ്റും ഉണ്ടാവും. ഇതിനെയാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക്